കന്നിമാസ പൂജകൾക്കായി നട തുറന്ന ശബരിമല ക്ഷേത്രത്തിൽ ദർശനം തുടരുന്നു. പുലർച്ചെ 5:30 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ പൂജകൾ ആരംഭിച്ചു. 21 രാത്രി 10 ശബരിമല നടയടയ്ക്കും. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, പറയൂ. ഇന്ന് കന്നി ഒന്നാണ്. അയ്യപ്പ ഭക്തരെല്ലാം വളരെ പ്രാധാന്യത്തോടെ ശബരിമല ദർശനത്തിനെത്തുന്ന ദിവസങ്ങളിലൊന്ന്. ഈ മാസപൂജകൾക്കായി ഇന്നലെ വൈകിട്ടാണ് ശബരിമല നട തുറന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ മേൽശാന്തി നട തുറന്നിരുന്നു. അതിനുശേഷം ഇന്ന് 5:30 മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ഇന്നത്തെ പൂജകൾ ആരംഭിച്ചത്. ഇപ്പോൾ വിവിധ പൂജകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അയ്യപ്പന്മാർ 18-ാം പടി കയറി പുണ്യമായിട്ടുള്ള ശബരിമല അയ്യപ്പ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 1-ാം തീയതി ആയതിനാൽ തന്നെ തിരക്കുണ്ടെങ്കിൽ കൂടിയും മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഒരു ഭക്തരുടെ എണ്ണത്തിൽ താരതമ്യേന കുറവാണ് ഉള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും സന്നിധാനത്ത് ചെറിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ സന്നിധാനത്ത് ഉള്ളത്. ഇടയ്ക്ക് ചെറിയ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഭക്തജനങ്ങൾ ഇടം മുറിയാത്ത വിധം ശബരിമല ദർശനം സന്നിധാനത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊടിമരത്തിന് താഴെയും അതുപോലെ തന്നെ അതുവഴിയുള്ള ദർശനത്തിനും ഒപ്പം തന്നെ ഫ്ലൈ ഓവർ വഴിയുള്ള ദർശനത്തിലും ആളുകൾ ക്യൂവിലുണ്ട്. പ്രധാനമായും ഇതര സംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ഈ ഒരു 1-ാം തീയതി ഇവിടേക്ക് എത്തിയത് എന്ന് തന്നെ വേണം പറയാൻ. വലിയ രീതിയിലുള്ള ആളുകളുടെ എണ്ണം അത് ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തജനങ്ങളാണ്. ഇപ്പോൾ ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത് എല്ലാ മാസത്തെയും പോലെ എല്ലാ ദിവസവും ഉദയാസ്തമന പൂജയും പടിപൂജയും കളഭാഭിഷേകവും പുഷ്പാഭിഷേകവും എന്നിവയാണ് ഉണ്ടാവുന്നത്. ഈ 20-ാം തീയതിയാണ് സഹസ്രകലശ പൂജയും 21-ന് സഹസ്രകലശ അഭിഷേകവുമുണ്ട്. 21-ാം തീയതി തന്നെയാണ് രാത്രി 10-ന് നട അടയ്ക്കുന്നത്. അപ്പോൾ തന്നെ ആഗോള അയ്യപ്പ സംഗമവുമാണ് ഈ കന്നിമാസ പൂജയ്ക്ക് വേണ്ടി നട തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത. അത് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കുകയാണ് 20-ാം തീയതി. 19-20 തീയതികളിൽ ആ അയ്യപ്പ സംഗമത്തിന് വേണ്ടി എത്തുന്ന ഭക്തർക്ക് വേണ്ടി ഇവിടെ ശബരിമലയിൽ അവർക്ക് ദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി വലിയ രീതിയിൽ വെർച്വൽ ബുക്കിങ്ങിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. സാധാരണ 50,000 സ്ലോട്ടുകളാണ്, 50,000 പേർക്കാണ് വിവിധ സ്ലോട്ടുകളിലായി ദർശനത്തിന് വേണ്ടിയുള്ള ബുക്കിംഗ് അനുവദിച്ചിരുന്നതെങ്കിൽ ഈ 19-20 തീയതികളിൽ 10,000 മാത്രമാക്കി ചുരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള തിരക്കൊഴിവാക്കുന്നതിനും ഒപ്പം തന്നെ ഈ പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുന്ന ആളുകൾക്ക്, അവിടെ എത്തുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഭക്തരുടെ സ്ലോട്ടുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ ദിവസങ്ങളിൽ അതിൻ്റെ ഭാഗമായി തിരക്കൊഴിവാകും. അതുപോലെ തന്നെ ഒരു ഫ്രീ ദർശനം അവിടെ എത്തുന്നവർ ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുന്ന VIP-കൾക്ക് ഒരുക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ദർശനം അത്തരത്തിലാണ്. ഈ കന്നിമാസത്തിലെ ഏറ്റവും സവിശേഷമായിട്ടുള്ളൊരു മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ള ഒന്ന് എന്ന് പറയുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമമാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ സന്നിധാനത്തും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഭക്തർ സന്നിധാനത്തിൽ ദർശനത്തിന് വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ്. ഫ്ലൈ ഓവറിലടക്കം കന്നിമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. സന്നിധാനത്ത് ഇപ്പോൾ ദർശനം തുടരുകയാണ്. പുലർച്ചെ 5:30 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ പൂജകൾ ആരംഭിച്ചു. 21-ന് രാത്രി 10-ന് ശബരിമല നടയടയ്ക്കും. മറ്റു വാർത്തകളിലേക്ക്.